ഹായ് മക്കളുമാരെ, ഞാൻ ഇന്ന് എന്താ വെക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ഒരു അടിപൊളി എണ്ണമാങ്ങ ചമ്മന്തി. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലേ, അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. വാ, കണ്ടോ, ഇത് ഒരു നല്ല പച്ച മാങ്ങയാണ്. ഒട്ടും, അതായത് പറിച്ചിട്ട് 4 ദിവസം 3-4 ദിവസമായുള്ളൂ. ഞാൻ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ചതഞ്ഞതൊന്നുമല്ല, നല്ല ഇതായിട്ടുള്ള മാങ്ങ. ഇത് വെച്ചാണ് നമ്മൾ എണ്ണമാങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ചെറുതായിട്ട് അരിയാം, സ്ലൈസായിട്ട് അരിയണം. ഇതിനെന്നറിയാമോ, ഇത് വറുത്തെടുക്കാനുള്ളതാണ്. തൊലിയൊന്നും കളയൊന്നും വേണ്ട. കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ എണ്ണമാങ്ങ ചമ്മന്തി ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മാങ്ങ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ആ മാങ്ങ ഞാൻ ചെറുതായിട്ട്, അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. കണ്ടോ, തൊലിയൊന്നും കളയാതെ അരിഞ്ഞത്, ഒരേ അളവിൽ അരിഞ്ഞതാണ്. കാരണം ഇത് നമുക്ക് മൂപ്പിച്ച് കോരേണ്ടതാണ്. പിന്നെ ഒരു 10 വറ്റൽമുളക്. വറ്റൽമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി ഉള്ളവർ, എരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ്മീരി ചില്ലി എടുത്താൽ മതി. ഇത് സ്വല്പം എരിയുള്ള മുളകാണ്, ഞാനൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതാണ്. പിന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ തേങ്ങ മിക്സിയിലിട്ട് പിന്നെ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒരേ അളവിലത് നമുക്ക് മൂത്ത് കിട്ടും. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു 10-12 ചെറിയ ഉള്ളി, കറിവേപ്പില. പിന്നെ നമ്മുടെ ഉപ്പ് നമുക്ക് അവസാനം ഇട്ടാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ തേങ്ങ ഉണ്ടല്ലോ, ഇങ്ങനെ ക്രഷ് ചെയ്തതായതുകൊണ്ട് നമുക്ക് ഈ ഉള്ളിയും ചെറുതായിട്ട് ഒന്ന് അരിയണം. തേങ്ങ ക്രഷ് ചെയ്യാത്ത തേങ്ങ, അതായത് നമ്മൾ ഇറച്ചിക്കൊക്കെ കണ്ടിച്ചെടുത്തില്ലേ, ചെറിയ കഷ്ണമായിട്ട്, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വറുത്ത് പോരാം. അങ്ങനെയാണെങ്കിൽ ഉള്ളി അത്രയും ചെറുതാക്കണ്ട, ഇതേ വേണം ഇച്ചിരി, ഇതിനെ 2ആയിട്ടൊക്കെ അരിഞ്ഞിട്ടാൽ മതി. ഇതിപ്പോൾ ഞാൻ തേങ്ങ ക്രഷ് ചെയ്തായതുകൊണ്ടാണ് ഉള്ളിയും ചെറുതായിട്ട് അരിയാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഞാൻ ആ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, നമ്മുടെ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചീനിച്ചട്ടി അടപ്പ് വെച്ചിട്ട് ഓരോന്നിനെയായിട്ട് വറുത്തെടുക്കാം. ഓക്കെ, കണ്ടോ, ചീനിച്ചട്ടി അടപ്പ് വെച്ച് ചീനിച്ചട്ടി ചൂടായി. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്ര എണ്ണ ഇരിക്കട്ടെ. എന്താണെന്നറിയാമോ, നമുക്ക് മാങ്ങയൊക്കെ വറുത്ത് വരണമല്ലോ. ആദ്യം നമുക്ക് വറുത്ത് വരേണ്ടത് മുളകും ഇഞ്ചിയാണ് കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ തേങ്ങ കഷ്ണമായിട്ട് മുറിച്ചതായിരുന്നെങ്കിലേ നമുക്ക് ആദ്യം അത് ചെയ്താൽ നമ്മൾ വറുത്ത് കോരിയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഞാൻ ക്രഷ് ചെയ്തെടുത്തതായതുകൊണ്ട് നമുക്ക് ഇതിനെയാണ് ആദ്യം വറുത്ത് വരേണ്ടത്. ഇത് ഇച്ചിരി എരിയുള്ള മുളകാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളകും കൂടെ ഇടാം, വേണമെങ്കിൽ ചേർക്കാം. ഇത്രയായാൽ മതി, നമുക്ക് പോരാ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ മാങ്ങയാണ്. മാങ്ങ ഞാൻ ഇട്ട് കൊടുക്കുവാണേ. നമ്മൾ വറുത്ത് കോരിയാണ് എടുക്കുന്നത്. ഇതിനകത്ത് ഉപ്പൊന്നും ഇട്ട് കൊടുക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ മാങ്ങ എന്ന് പറയുന്നത് വെള്ളം ആണ് അല്ലേ, വെള്ളമില്ലേ മാങ്ങയിൽ. അപ്പം നമ്മൾ എണ്ണയിലോട്ട് ഇട്ടുമ്പോഴത്തേനും മാങ്ങയിൽ ഉപ്പോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വെള്ളം അതിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ മൂപ്പിച്ച് കോരാൻ, അതുകൊണ്ടാണ് ഞാൻ തൊലി ചെത്തരുതെന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് കിടന്ന് മൂക്കട്ടെ. മൂപ്പിച്ചാണ് ഇത് നമുക്ക് കോരേണ്ടത്. നമ്മുടെ മാങ്ങ ഇങ്ങനെ കിടന്ന് മൂക്കുവാണ്. മൂക്കട്ടെ, കുറച്ച് ഇത് മൂക്കുന്ന പോലെ ആവണം. ഇത്തിരി സമയം എടുക്കുമോ മൂക്കാനായിട്ട്. അതിൻ്റെ തൊലിയങ്ങ് ചുറ്റിക്കഴിഞ്ഞാൽ എന്തായെന്ന് അറിയാമോ, ഇതിനകത്ത് ഇതങ്ങ് വെള്ളം പോലെ ആയിപ്പോവും. അത് ഫ്രൈ ആയിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് തൊലി ചെത്തണ്ട എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അമ്മച്ചി ഇത് നമുക്കുണ്ടാക്കി തരുമായിരുന്നു ഈ ചമ്മന്തി, എണ്ണമാങ്ങ ചമ്മന്തി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചേ എനിക്ക് നിങ്ങൾക്ക് കൊണ്ടൊന്ന് കാണിച്ചു തരാം വിചാരിച്ചു. ഇത്ര ആയാൽ മതി. ഓക്കെ, കോരാം നമുക്ക്. ഇനി നമ്മുടെ തേങ്ങയും ഈ ഉള്ളിയെല്ലാം കൂടെയാണ് ഇനി ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ആ എണ്ണയ്ക്കകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് അങ്ങ് മൂത്ത് വരും. നമുക്ക് എണ്ണയുണ്ടല്ലോ അതിനകത്ത്. ഓക്കെ, ഞാൻ മൂക്കട്ടെ. നമ്മുടെ തേങ്ങ
ഇത് ഒരു തേങ്ങ, വെള്ളമില്ലാത്തൊരു തേങ്ങ ആയിരുന്നേ. അതിനെ ഞാൻ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്ത തേങ്ങയാണ്. ഒരു ചെറിയ തേങ്ങ. തേങ്ങകളെക്കാളും ഒക്കെ പെട്ടെന്ന് മൂത്ത് വരും. നോക്കട്ടെ. കണ്ടോ, നമ്മുടെ തേങ്ങ അങ്ങനെ തേങ്ങ ഉള്ളി അങ്ങനെ മൂത്ത് ഇത്ര മൂത്താൽ മതി. ഇനി ഞാനിൻ്റെ ഒരു കളറിന് വേണ്ടി, ഒരു സ്വല്പം കളറിന് വേണ്ടി ഞാനേ ഇച്ചിരി കാശ്മീരി ചില്ലിയും കൂടി ഇടുവാണേ. ഇതിന് എരിയില്ല, കാശ്മീരി ചില്ലി ആയതുകൊണ്ട് ഇതിന് എരിയില്ല. നമ്മുടെ ചമ്മന്തിക്ക് ഒരു ഇച്ചിരി കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. ഇതേ ഉള്ളൂ, ഇത്രയായാൽ മതി. ഓക്കെ, ഇനി ഗ്യാസ് ഓഫാക്കാം. നമ്മുടെ തേങ്ങായും ഉള്ളിയും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ടത് ഇതായി. മുളകും ജിഞ്ചറും പിന്നെ കറിവേപ്പിലയും കൂടെ ആക്കിയതായി. നമ്മുടെ മാങ്ങയായി. ഇനി നമുക്കിതിനെ മിക്സിയിൽ പൊടിക്കണം. പൊടിക്കുന്നത് ഇട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും ഉള്ളിയും കൂടെ ഉള്ളതിലെ അതിനെ കോരിയിടണം. ഞാൻ ഈ മിക്സി എന്ന് പറയുന്നത് മിക്സിയുടെ ജാറിൽ തേങ്ങ കൃഷി ചെയ്യാൻ എടുത്തിട്ടുള്ളതാണ്. ഞാൻ അതിനകത്തോട്ട് തന്നെയാണ് ഇടുന്നത്. വെള്ളമില്ലല്ലോ, അത് തേങ്ങയുടെ തന്നെ എണ്ണമയമായിരിക്കും അത്. ഓക്കെ, കണ്ടോ. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മുടെ മുളകും ജിഞ്ചറും കറിവേപ്പിലയും കൂടെ പൊടിച്ച് വെച്ച് വറുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടി ഇതിനകത്തിട്ട് കൊടുക്കണം. ഇനിയും വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ മാങ്ങയ്ക്ക് ഇതിന് ഇത്രയും ആവശ്യമായ ഉപ്പ്. ഇത്ര ഉപ്പും കൂടെ ഇടാം. ഒരു ഇച്ചിരി ഇടാമെന്ന് തോന്നുന്നു. ഇത്ര ഉപ്പും കൂടെ ഇടാം. ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇടാം. ഓക്കെ, നമുക്കതിനെ പൊടിച്ചെടുക്കാം. ഓക്കെ, കണ്ടോ. അപ്പം തേങ്ങയും ഉള്ളിയും കൂടെ വറുത്ത് കോരിയത്, നമ്മുടെ മുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടെ വറുത്ത് കോരിയത്, ഇതെല്ലാം കൂടെ ഉപ്പും കൂടെ ഇട്ട് ഒരുമിച്ച് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുന്നു. ഓക്കെ, അപ്പം നോക്കാവേ എന്തായെന്ന് നോക്കാം. രണ്ടടി അടിച്ച് നോക്കട്ടെ. ഉപ്പ് ഇച്ചിരി ഉപ്പും കൂടെ വേണം. കണ്ടോ, ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ട് ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. നമ്മുടെ മാങ്ങയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. വറുത്ത് കോരി മാങ്ങയില്ലേ, അതും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് അടിക്കാം. ഓക്കെ, നമുക്ക് നോക്കാവേ എന്തായെന്ന്. ആയിട്ടുണ്ട്. നോക്കട്ടെ. അടിപൊളി. ഓക്കെ, ഇത്ര അറിഞ്ഞാൽ മതി. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എണ്ണമാങ്ങ ചമ്മന്തി റെഡി. ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും കാപ്പിയുടെ കൂടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ചമ്മന്തി. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം എല്ലാവരും പരീക്ഷിച്ച് നോക്കണേ. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ്.